നമസ്കാരം, ഞാൻ ആര്യ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു കുട്ടി പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ അല്ലെങ്കിൽ സ്കിൻ കെയറുമായിട്ട് ബന്ധപ്പെട്ട് പലർക്കുള്ള ഒരു ചെറിയൊരു ഡൗട്ടുണ്ട്. അത് ഫസ്റ്റ് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. അതായത് എസൻസ്, എന്തിനാണ് ഈ എസൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്താണിത്, എല്ലാവരും യൂസ് ചെയ്യണോ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അത് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ശരിക്കും ഇത് കൊറിയൻ സ്കിൻ കെയറിൽ വരുന്ന ഒരു സംഭവമാണ് കേട്ടോ, ഈ എസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അപ്പോൾ പലർക്കുമുള്ളൊരു ഡൗട്ടാണ്, എസൻസും സിറം ഒന്നാണോ, അല്ലെങ്കിൽ ടോണർ, ഇതൊക്കെ ഏതാണ്ട് നമുക്ക് കാണുമ്പോൾ ഇതെല്ലാം ഒരുപോലെയാണല്ലോ. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് എസൻസ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ സ്കിൻ അബ്സോർബ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വളരെ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് എസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ, അറിയാമല്ലോ നമ്മുടെ ഒരു CTM എന്ന് പറയുമ്പോൾ എപ്പോഴും ലൈറ്റർ പ്രോഡക്റ്റ്സാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ക്ലെൻസിങ് കഴിഞ്ഞതിന് ശേഷം ടോണർ യൂസ് ചെയ്യാം. ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഡയറക്റ്റ് ഈ ഒരു എസൻസ് തന്നെ യൂസ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ടോണറൊക്കെ കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യുക. സിറത്തിന് മുന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി സിറം സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാകാം. ഇനി ഈ എസൻസ് സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സ്കിൻ ടൈപ്പ് തീർച്ചയായിട്ടും ആദ്യം നമ്മൾ നോക്കേണ്ടത് അത് തന്നെയാണ്. നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണെന്നുള്ളത് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൺസേൺ എന്താണോ എന്നുള്ളത് നോക്കുക. ആക്നി ആണോ, നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ ആണോ, അങ്ങനെ ഓക്കെ, നിങ്ങളുടെ ഏജിങ് ആണോ, അങ്ങനെയൊക്കെ എന്താണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എസൻസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലിപ്പോൾ 2 എസൻസ് ഉണ്ട്. ഓക്കെ, ഇത് മാമാഅർത്തിൻ്റെ എസൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് റൂട്ട്സ് ഓഫ് റേഡിയൻസ് എസൻസ് സിറം. ഇത് അഗെയിൻ വേറൊരു വേരിയൻ്റാണ്, ലീവ്സ് ഓഫ് ക്ലാരിറ്റി എസൻസ് സിറം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കേജിങ് കണ്ടില്ല, ഇതിങ്ങനെ ഡ്രോപ്പർ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതാണിപ്പോൾ യൂസ് ചെയ്തത്, അതുകൊണ്ട് ഈ ഡ്രോപ്പർ ഞാൻ ഇട്ട് വെച്ചാട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആക്ച്വൽ പാക്കേജിങ് വരുന്നത്, ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് പാക്കേജിങ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ അവർ ക്ലെയിം ചെയ്യുന്നത് ഒരു 2 വീക്സ് ആയിട്ട് റെഗുലർ ആയിട്ടുള്ള ഒരു യൂസിൽ, ഒരു 2 വീക്സിൽ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് കാണാൻ സാധിക്കും എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഞാനിത് ജസ്റ്റ് 1 ടൈം മാത്രം യൂസ് ചെയ്ത് നോക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഞാനൊരു അപ്ഡേറ്റ് പറയാം, അല്ലാണ്ട് ഇപ്പോൾ എനിക്കതിനെപ്പറ്റി പറയാനായിട്ട് പറ്റില്ല. പക്ഷേ എന്താ പറയുക, ഈ ഒരു പെർട്ടിക്കുലർ വേരിയൻറ്റ്, ഇതിൽ 4 വേരിയൻറ്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇനിയും 2 കൂടിയുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ എസൻസിനെ പറ്റിയിട്ട് പറയാനായിട്ട്, ഇത് ഞാൻ പറഞ്ഞല്ലോ, റൂട്ട്സ് ഓഫ് റേഡിയൻസ് സിറം എന്നാണ് പേര് സൂചിപ്പിക്കുന്ന പോലെ. ആ ഒരു റേഡിയൻ സ്കിന്ന്, നമ്മുടെ എന്താ പറയുക, ആ ഒരു സ്കിന്നിന് ഒരു ഗ്ലോ ഒക്കെ തരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ട് സംസാരിക്കാം. ഇത് മെയിനായിട്ടും ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അശ്വഗന്ധ ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ നേച്ചറും അതുപോലെ സയൻസ് രണ്ടും കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അത് അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ടേമറിക്, അതുപോലെ അശ്വഗന്ധ, അത് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ സയൻറ്റിഫിക്കലി നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് ഹൈൽറോണിക് ആസിഡ്. നിങ്ങൾക്കറിയാം, ഹൈൽറോണിക് ആസിഡും ഈ എസൻസിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നേച്ചറും സയൻസും രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഡബിൾ ബെനിഫിറ്റാണ്. അതിൻ്റേതായ ഒരു എഫക്റ്റ് ഇതിൽ റിസൾട്ടിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 2 വീക്സ് ഉള്ള യൂസിൽ ഞാനിതിൻ്റെ ഒരു അപ്ഡേറ്റ് തരാം. പാർട്ടായിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ എന്നാലും ആ ഒരു യൂസ് ചെയ്ത ആ ഒരു ഇതിൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, വാട്ടർ ബേസ്ഡ് ആണ്, പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വാട്ടർ ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും കേട്ടോ. ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് നമുക്ക്
അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാക്കേജിങ് വരുന്നത്. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ കാണാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയൂ കേട്ടോ. നല്ല രസമില്ലേ? പിന്നെ ഗ്ലാസ് ബോട്ടിലാണ്, അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ഇതുപോലൊരു ഡ്രോപ്പർ ഉണ്ട്, അവർ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ല കൺവീനിയൻ്റ് ആണ്. 2-3 ഡ്രോപ്സ് ഒക്കെ എടുക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ട് പറ്റും. നമുക്ക് ഒരു സിറം യൂസ് ചെയ്യുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഫേസിലൊന്ന് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഔട്ടർ പാക്കേജിങ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ വേരിയൻ്റ് എന്ന് പറയുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. 599 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, 30 ml ആണ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് കേട്ടോ. പിന്നെ ഔട്ടർ പാക്കേജിങ്ങിൽ അവരുടെ ബ്രാൻഡിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് പോസിറ്റീവ് ബ്രാൻഡാണ്, അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് യൂസ് ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് CTM ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ടായിട്ട് എനിക്ക് തോന്നിയത്, ഇത് ഫ്രേഗ്രൻസ് ഫ്രീ ആണ് കേട്ടോ. മാമാർത്തിൻ്റെ എല്ലാ പ്രോഡക്ട്സും പോലെ ഇതിലും ഹാംഫുൾ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്രേഗ്രൻസും യൂസ് ചെയ്തിട്ടില്ല. ഇനി ഈ ഒരു ലീവ്സ് ഓഫ് ക്ലാരിറ്റി എസൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നീം ആൻഡ് സാലിസിലിക് ആസിഡ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആക്നി പ്രോൺ സ്കിന്നിന് വേണ്ടിയിട്ടാണ്. അവരതിൽ പറയുന്നത് 38% ആൾക്കാരിലും റിസൾട്ട് കാണാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കത് ഇഷ്ടമായി കേട്ടോ. കുറച്ചുകൂടി ജെന്യുവനായിട്ടൊക്കെ കൊടുത്തു തുടങ്ങി നമ്മുടെ ബ്രാൻഡ്സ്. അപ്പോൾ അതും എനിക്ക് എന്തായാലും ഇഷ്ടമായി. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ്ങും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങളുടെ സ്കിൻ ടൈപ്പും കൺസേൺ നോക്കിയിട്ട് ഏത് ഏത് എസൻസ് ആണെന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും പ്രോഡക്റ്റിൻ്റെ ലിങ്ക്സ് ഞാൻ കൊടുക്കാം. ഇത് മാമാർത്തിൻ്റെ ഒഫീഷ്യൽ ആപ്പിലും വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അതുപോലെ നൈക്ക, ആമസോൺ പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ മാമാർത്തിൻ്റെ ആപ്പിൽ നിന്നോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നോ വാങ്ങുകയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ കൂപ്പൺ കോഡ് ഞാനിവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഒരു 20% ഓഫ് ഉണ്ടാവും കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വേറെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. ആപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. ചിലർക്ക് അതൊരു ഡൗട്ടുണ്ട്. ആപ്പിലും കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം. മാമാർത്തിൻ്റെ ആപ്പിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഡിസ്കൗണ്ട് ഓഫേഴ്സൊക്കെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന ഓർഡർ അവർ ഒരു പ്ലാൻ ചെയ്യുന്ന ട്രീയുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് അതിൻ്റെ സ്പീഷീസും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ്. അത് അവരുടെ പ്ലാൻ ഗുഡ്നെസ് ഇനിഷ്യേറ്റീവ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ ലിങ്ക്സും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും, ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.